ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ആദ്യത്തെ അപ്പിയറൻസിൽ തോമസ് ഉണ്ടായിരുന്നില്ല. തോമസ് പറഞ്ഞു, ഞാൻ തൊട്ട് നോക്കത് വിശ്വസിക്കില്ല. പിറ്റേ ആഴ്ച ക്രിസ്തു വന്നപ്പോൾ ക്രിസ്തു പറഞ്ഞു, തോമസ് ഇങ്ങ് വന്നേ, നിൻ്റെ കൈ കൊണ്ടുവന്നേ, തൊട്ട് നോക്കിയേ. ഇവിടെ ഈശോനെ തന്നെ തോമസിന് കാണിച്ചു കൊടുക്കാൻ, എന്നിട്ട് തൊട്ട് നോക്കിയിട്ടാണ് വിശ്വസിക്കാൻ പറയുന്നത്. എമ്മൗസിലേക്ക് 2 ശിഷ്യന്മാർ പോകുന്നുണ്ട്. അവരുടെ കൂടെ ഈശോ നടക്കുന്നുണ്ട്. ആദ്യം ഈശോ അവരെ തന്നെ കാണിച്ചു കൊടുക്കുന്നു. അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരിക്കുകയാണ്. ആദ്യം ക്രിസ്തു ചെയ്യുന്നത് വചനം പഠിപ്പിക്കുകയാണ് അവരെ, എന്നിട്ട് അവർ വിശ്വസിക്കുകയാണ്. അതിനുശേഷമാണ് ഈശോ തന്നെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പം മുറിച്ചപ്പോൾ ഈശോ അവരെ കാണാണ്. അപ്പോൾ ആദ്യം അവർ വിശ്വസിച്ചു, പിന്നീടാണ് അവർ ഈശോനെ കാണുന്നത്. ഇവിടെ 2 തരത്തിലുള്ള കാര്യം നമ്മൾ കാണുന്നത്. തോമസ് ആദ്യം കാണുന്നു, പിന്നെ വിശ്വസിക്കുന്നു. എമ്മൗസിലേക്കുള്ള ശിഷ്യന്മാർ ആദ്യം വിശ്വസിക്കുന്നു, പിന്നെ കാണുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ഡിഫറൻസ് വരാൻ കാരണം? ഇന്നത്തെ ഗോസ്പലിൻ്റെ ആരംഭത്തിൽ അത് പറയുന്നുണ്ട്. 12 പേരിൽ ഒരുവനും. 12 എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരാണ്. അത് സാധാരണ ശിഷ്യന്മാരല്ല, അപ്പോസ്തലന്മാരാണ്. ഈശോ തൻ്റെ സഭ സ്ഥാപിക്കുന്ന ഫൗണ്ടേഷനാണത്, ഈ അപ്പോസ്തലന്മാർ. അതുകൊണ്ട് തന്നെ ആ ഫൗണ്ടേഷനിൽ ഒരു ക്രാക്ക് പോലും ഉണ്ടാവരുതെന്ന് ഈശോയ്ക്ക് ആഗ്രഹമുണ്ട്. അതിലൊരാൾ പോലും തന്നെ കാണാതിരിക്കരുത്. അതുകൊണ്ടാണ് ഈശോ രണ്ടാമത് വന്നിട്ട് 11 പേരുടെ മുന്നിൽ തന്നെ വീണ്ടും കാണിക്കുന്നത്. കാരണം അവർ ഐ വിറ്റ്നസ്സാണ്, സാക്ഷികളാണ്, കണ്ണുകൊണ്ട് കാണേണ്ടതാണ്. ഇപ്പോൾ തോമസ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ടിട്ടില്ല എന്ന് കരുതുക. തോമസ് എന്തായിരിക്കും പ്രഘോഷിക്കാൻ പോകുന്നത്? കണ്ട 10 പേരും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കുറിച്ച് ഒരു സംശയമില്ലാതെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തോമസ് പറയുന്നത് എന്തായിരിക്കും? ക്രിസ്തുവിൻ്റെ കൂടെ ഞാൻ ജീവിച്ചിട്ടുണ്ട്, അവൻ്റെ അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്, അവനെ കുരിശിൽ തറച്ച് കൊന്നിട്ടുണ്ട്, പക്ഷേ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ഞാൻ കണ്ടിട്ടില്ല. അവരത് പറയുന്നുണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. തോമസ് അങ്ങനെ പ്രസംഗിച്ചു തുടങ്ങിയാൽ ഈ 10 പേരെ കേൾക്കുന്ന ആൾക്കാരെന്താ കരുതുന്നത്? ആ തോമസ് ഇവരുടെ കൂട്ടത്തിലല്ലേ, പക്ഷെ അവന് സംശയമുണ്ടല്ലോ. അപ്പോൾ അവർ പറയുന്ന കാര്യത്തിൽ എന്ത് പ്രശ്നമുണ്ടല്ലോ. അങ്ങനെ ഒരു ക്രാക്ക് ഇല്ലാതിരിക്കാനാണ് ഈശോ രണ്ടാമത് വന്നിട്ട് തോമസ് ഉൾപ്പെടുന്ന സമൂഹത്തിന് തന്നെ കാണിച്ചു കൊടുക്കുന്നത്. നീ നിൻ്റെ കൈ കൊണ്ടുവാ, നീ തൊട്ട് വിശ്വസിക്കുക. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെയല്ലേ പറയുന്നത്: ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. യോഹന്നാൻ എത്ര ബലത്തോടുകൂടിയാണ് പറയുന്നത്? ഞങ്ങൾ കണ്ടതാണ്, ഞങ്ങൾ തൊട്ടതാണ് ജീവൻ്റെ വചനം. അതാണ് ഞങ്ങൾ പ്രഘോഷിക്കുന്നത്.